ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട്, കഷ്ടപ്പെടാനുള്ള മനസ്സുമുണ്ട്. എങ്കിൽ കയ്യിൽ കാശില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ മാത്രം തൻ്റെ സ്വപ്നം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ച് പടിയിറങ്ങുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുണ്ട്, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റിൻ്റെ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റ് നമുക്കറിയാം, ഗവൺമെൻറ് ജോലികളിലെ തന്നെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഇത് എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച പലരുടെ അടുത്തും പലരും പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസ് അല്ലേ, ഇതൊക്കെ നോക്കിയിട്ട് കാര്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതെങ്കിൽ, വ്യക്തമായിട്ടൊരു റിവിഷനും അതേപോലെ തന്നെ കറക്റ്റായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലും അതേപോലെ തന്നെ ടെലഗ്രാം ചാനലും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ ഇത് പഠിച്ചു പോകാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നോടി എന്നുള്ള ലെവലിലാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ, 100 ദിവസത്തെ സ്റ്റഡി പ്ലാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഈ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ബാച്ചിലേക്ക് വേണ്ടി പഠിക്കേണ്ട കാര്യങ്ങൾ, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിലെ ടോപ്പിക് എന്തൊക്കെയാണോ അതുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. സെക്രട്ടേറിയറ്റ് ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവരിലേക്കും ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും അവരും പഠിച്ച് നല്ലൊരു റാങ്കിലേക്ക് വരട്ടെ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ ഈ ഒരു നമ്മൾ ബാച്ച് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് 100 ടോപ്പിക്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 100 ടോപ്പിക്സ് നമ്മൾ 100 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് നമ്മൾ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2021 മുതൽ 2024 വരെ ഡിഗ്രി ലെവൽ PYQ 15 നമ്മൾ എടുത്തതിന് ശേഷം, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ബുക്സ് NCERT SCERT ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ക്ലാസ്സും നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ആവർത്തിച്ച കാര്യങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ടോപ്പിക്സ് ഏതാണെന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്തേക്കണത്, ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയിരുത്തേക്കണത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന 100 ഹോട്ട് ടോപ്പിക്സ് എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും, ഡിഗ്രി പ്രിലിംസിൽ വന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ, ഇപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നിങ്ങൾക്ക് അത് ഇമ്പ്രൂവ് ആക്കി ഓരോ ദിവസവും വരാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു എക്സാം നടന്നത് മെയിൻസിൻ്റെ എക്സാം ആണ് നടന്നത്. 2022 എക്സാം നടന്നത്. 2022 21/12/2022 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് D ആണിത്. ഓക്കെ, അപ്പോൾ ഇതും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2021 നോട്ടിഫിക്കേഷൻ വന്നത്. 57/2021 ആയിരുന്നു നോട്ടിഫിക്കേഷൻ. 2022 എക്സാം ഫസ്റ്റ് ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞു. 2022 അവസാനമായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഈ പറയുന്ന മെയിൻസും കഴിഞ്ഞു. അതേപോലെ തന്നെ കട്ട് ഓഫ് 47.56 ആയിരുന്നു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മെയിൻസിലാണെങ്കിൽ 43.67. ഓക്കെ, അങ്ങനെ വന്ന ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഇന്ന് വരെ പോയിരിക്കുന്ന നിലവിലത്തെ അഡ്വൈസ് എന്ന് പറയുന്നത് 359 അഡ്വൈസ് മാത്രമാണ് നിലവിൽ എന്ത് ചെയ്തേക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിട്ടുള്ള ഈ ഒരു എക്സാമിൽ നിന്നും പോയിരിക്കുന്നത്. ആക്ച്വലി ഈ ഒരു നമ്മുടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് ടെസ്റ്റിൻ്റെ എന്ന് പറയുന്ന അതിൻ്റെ പോസ്റ്റിൻ്റെ എന്നാണ് അതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് 2026 ഏപ്രിലാണ് എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു ലിസ്റ്റ് കട്ടാവത്തുള്ളൂ. അപ്പോൾ ഇനിയും കിടക്കുകയാണ് ദിവസങ്ങൾ, എന്താണ് വർഷങ്ങളും. അപ്പോൾ എന്തുകൊണ്ടും എന്താണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഇനിയും എന്ത് ചെയ്യാം, കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിലിംസും മെയിൻസും നമ്മൾ എടുക്കുക, ബാക്കിയുള്ള ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം കൂടി എടുത്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ നേരെ ഇനി ഹോട്ട് ടോപ്പിക്സിലേക്ക് പോവാം. കാരണം ഏതൊരു എക്സാമിനും നമ്മൾ പോകുമ്പോൾ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങോട് കൂടി എന്തൊക്കെയാണോ പഠിക്കേണ്ടത് എന്നുള്ളത്, ശരിക്കും PSC എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്.
നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, അതായത് ഇപ്പോൾ LD കഴിഞ്ഞു, LD കഴിഞ്ഞാൽ സെക്രട്ടറി ടെസ്റ്റിൻ്റെ കഴിഞ്ഞാൽ അടുത്ത എക്സാമുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമുക്കൊരു ജോലി എന്നുള്ളൊരു ആ ഒരു ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഈ പറയുന്ന എക്സാംസ് എല്ലാം നമ്മൾ എഴുതിക്കൊണ്ടിരിക്കും. പഠനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നാണോ നമുക്ക് അഡ്വൈസ് കയ്യിൽ കിട്ടുന്നത്, നമ്മൾ ലിസ്റ്റിൽ വരുന്നതല്ല നമ്മുടെ അതായത് നമ്മുടെ പഠനം നിർത്തേണ്ട ആ ഒരു സമയം എന്ന് പറയുന്നത് ലിസ്റ്റിൽ വരുന്നതല്ല, എന്ന് നിങ്ങളുടെ കയ്യിൽ അഡ്വൈസ് കയ്യിൽ വരുന്നോ, അഡ്വൈസ് എന്ന് കയ്യിൽ കിട്ടുന്നോ, അന്നാണ് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മൊത്തം കൂട്ടിക്കെട്ടി എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണെങ്കിൽ എന്നും എന്ത് ചെയ്തു വരണം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്തോളണം, നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മറന്നു പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ സെക്രട്ടറി ടെസ്റ്റിൻ്റെ ഹോട്ട് ടോപ്പിക്സ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഞാൻ 100 ടോപ്പിക്കാണ് ഞാൻ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് വെച്ചേക്കണത്. കോർ സബ്ജക്റ്റ്, അതേപോലെ തന്നെ GK എന്ന് പറയുന്ന പോർഷൻസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും കസ്റ്റമൈസ് ചെയ്ത് എന്താക്കാം, കുറച്ചുകൂടി ടോപ്പിക്സ് കൂടുതലാക്കി വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടോപ്പിക്സിനെ കുറച്ചുകൂടി ചെറിയൊരു സ്റ്റഡി പ്ലാനിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെയാണ് ആ 100 ടോപ്പിക്സ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്. നമ്മൾ ഇതേ ടോപ്പിക്സ് തന്നെ എവിടെയും പഠിച്ചാണ്, LDCക്ക് നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ചു പോയതാണ്. യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്നത്, ആഗമനവും സംഭാവനകളും എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ വളരെ വ്യക്തമായി പഠിച്ചു പോയതാണ്. ഓക്കെ, അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. കാരണം LDCയുടെ നമ്മുടെ ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സും അതേപോലെ തന്നെ റാപ്പിഡ് റിവിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾ തന്നെയായിരിക്കും ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എനിക്കത് പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തേക്കണെയാണ്, ആ ക്ലാസ് ഒക്കെ പോയേക്കണതാണ്. ഓക്കെ, അടുത്തത് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ. അപ്പോൾ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള ആ ഒരു കാലഘട്ടം നമുക്കറിയാം. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ എന്തൊക്കെ ഡേറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്, അതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഒരു കാര്യം പറഞ്ഞോട്ടെ, കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസിന് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ ഓരോ ഡേറ്റ് പഠിക്കുമ്പോഴായാലും ആ ഡേറ്റ്, അതിൻ്റെ കൂടെ തന്നെ മന്ത്, അതിൻ്റെ ഡേ, ആ 3 നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകേണ്ടതാണ്. ഓക്കെ, അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. കാരണം ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ അങ്ങനെയാണ് ചോദ്യം വരത്തുള്ളൂ. ഓക്കെ, അടുത്തത് സോഷ്യൽ ആൻഡ് റിലീജിയസ് മൂവ്മെൻറ്റ് ആണ് അടുത്ത റിഫോം മൂവ്മെൻറ്റ്. അതും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളതാണ്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. അടുത്ത ടോപ്പിക്കാണ് മിഡീവൽ ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, കോൺട്രിബ്യൂഷൻ. അടുത്ത ടോപ്പിക്ക് INC 1857 റിവോൾട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളിതൊക്കെ വളരെ വ്യക്തമായി പഠിച്ചു പോയതാണ്. അടുത്തത് മഹാത്മാഗാന്ധി. അടുത്തതാണ് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധിനെ കുറിച്ചൊരു ടോപ്പിക്ക് നമ്മൾ 2 ടൈംസ് എന്ത് ചെയ്തേക്കണെയാണ്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചേക്കണെയാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. അടുത്തത് ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ. എന്നും PSCക്ക് പ്രിയപ്പെട്ടതാണ് ഈ പറയുന്ന ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഓക്കെ, അടുത്തത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ ക്ലാസ് പോയേക്കുന്നതാണ്. അടുത്തതാണ് UNO ആൻഡ് അതർ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ജോഗ്രഫിയിലേക്ക് ഇത്രയും കാര്യമാണ് നമുക്ക് ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡേ 1 അറൈവൽ ഓഫ് യൂറോപ്യൻ, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് പഠിക്കാം. ഡേ 2 ആക്കിയിട്ട് ഇത് എന്ത് ചെയ്യാം, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് പഠിക്കാം. 3-ാമത്തെ ദിവസം സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്, അത് എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം 3-ാമത്തെ ദിവസം. 4-ാമത്തെ ദിവസം പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 പഠിക്കാം. 5 മിഡീവൽ ഇന്ത്യ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം, കോൺട്രിബ്യൂഷൻസ് പഠിക്കാം. ഓക്കെ, 6-ാമത് INCയും 1857 റിവോൾട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് ആണ് ഞാൻ തരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത്രയും കാര്യങ്ങൾ വളരെ
പഠിക്കുന്ന കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് അതിൻ്റെ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ബോൾ കൂടി ചെയ്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിലേക്ക് വരാൻ പറ്റും. കാരണം നമ്മൾ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാറില്ല, പകുതി വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് നിർത്തി പോവാറൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമാണ് ഓരോ ക്ലാസ്സും നമ്മൾ നിർത്താറുള്ളത്. അപ്പോൾ നിങ്ങൾ റാപ്പിഡ് റിവിഷൻ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഓരോന്നും ചെയ്ത് തീർത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തമായിട്ട് ക്ലാസ്സുകൾ കാണുക, നോട്ട്സ് വായിക്കുക, അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ബോളും അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അത്രയാണ് ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. 10 മാർക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അത് പഠിക്കുക. അടുത്തത് ജോഗ്രഫി എന്ന് പറയുന്ന സെക്ഷനിൽ എർത്ത് സ്ട്രക്ചർ നമ്മൾ പഠിച്ചേക്കണെയാണ് അത്. അടുത്തതാണ് അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോം, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോക്കുക. അടുത്തത് മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്. ഓക്കെ, അപ്പോൾ മാപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോയതാണ്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി നോക്കുക. അടുത്തത് ഇന്ത്യ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ് ആൻഡ് ഫീച്ചേഴ്സ്. ആക്ച്വലി ഈ ഇന്ത്യ ഫിസിയോഗ്രഫി, സ്റ്റേറ്റ് ആൻഡ് ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ 28 സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് 8 ഇതൊക്കെ എന്തിനാ പഠിക്കണേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങളിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഈ പറയുന്ന ദിവസം ഓരോ ദിവസവും ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്സ് നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ 28 ദിവസങ്ങളിൽ ഓരോ എന്താണ് ഈ പറയുന്ന ഓരോ സംസ്ഥാനങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് ആ സംസ്ഥാനങ്ങൾ നമുക്ക് അതിൻ്റെ കൂടെ പഠിക്കാനായിട്ട് പറ്റും. കാരണം നമ്മളത് ചെയ്തേക്കുന്നത് ഓൾറെഡി എവിടെയാണ്, നിലവിൽ കറണ്ട് അഫയേഴ്സിലാണ് നമ്മൾ അങ്ങനെ ചെയ്തു പോയേക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനങ്ങളെടുത്ത് സംസ്ഥാനങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഓരോന്നായിട്ടിരുന്ന് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അതേപോലെ ഡിസ്ട്രിക്റ്റ് എടുത്തിട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഒരു പണി ചെയ്യാം, എല്ലാ ടോപ്പിക്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ഓരോ ദിവസവും എന്ത് ചെയ്യാൻ പറ്റും, ഓരോ നമുക്ക് സ്റ്റേറ്റുകളും പഠിച്ചു പോകാം. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഡിസ്ട്രിക്റ്റ് നമുക്ക് 14 ഡിസ്ട്രിക്റ്റും കംപ്ലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കേരള റെനൈസൻസും ഇന്ത്യൻ റെനൈസൻസിലെയും ഓരോ ആളുകളെയും നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ പഠിച്ചു പോകാം. അപ്പം അത് എന്ത് ചെയ്യും, നമ്മൾ പോലും അറിയാതെ അത് പക്ക എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ റിവേഴ്സ് എന്നുള്ളത്. പഠിച്ചേക്കുന്നതാണ് നമ്മൾ. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടി നമുക്കൊന്ന് നോക്കണം. കേരള ഫിസിയോഗ്രഫി, ഡിസ്ട്രിക്റ്റ് ആൻഡ് ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞത്, കാരണം ഈ വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ദേശീയ ഉദ്യാനങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതെപ്പോഴും ഈ പറയുന്ന ഡിസ്ട്രിക്റ്റിലും അതേപോലെ തന്നെ സ്റ്റേറ്റിലൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ പഠിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു മാർക്ക് അവിടെ നഷ്ടമാണ്. ഓക്കെ, പക്ഷേ എല്ലാവർക്കും കിട്ടുന്ന ആ ഒരു മാർക്ക് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ദിവസങ്ങളും ഓരോ ദിവസം എന്ത് ചെയ്യാം, ഈ പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റും അതേപോലെ തന്നെ ഒരു സ്റ്റേറ്റും അതേപോലെ നവോത്ഥാന നായകന്മാരൊക്കെ അതിൻ്റെ അഡീഷണലായിട്ട് കയറ്റിയിട്ട് സെറ്റ് ചെയ്ത് പോകാം. ഓക്കെ, അടുത്തത് റിവേഴ്സ് ആൻഡ് ക്ലൈമറ്റ്. അടുത്തത് മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്. ഓക്കെ, മിനറൽസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ഉറപ്പായിട്ടും പഠിക്കണം. ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്. അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം നോക്കണം. അതേപോലെ തന്നെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്, അതേപോലെ തന്നെ 5 ഇയർ പ്ലാനിങ്. 5 ഇയർ പ്ലാനിങ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ വരാറില്ല. കാരണം നമ്മുടെ ആ ഡിഗ്രി പ്രിലിംസ് അതേപോലെ തന്നെ മെയിൻസ് രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ടുണ്ട്. ഇനി നീതി ആയോഗ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കണം. അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ് ഇതും എന്ത് ചെയ്യണം, പഠിച്ചിട്ടാണ് പോകുമ്പോളൂ. അടുത്തത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ദ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, RBIയും അതേപോലെ തന്നെ RBIയുടെ ഫങ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കണം. അടുത്തത് സിവിക്സിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഇന്ത്യൻ സിവിൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സിവിൽ സർവീസ് ആണ് അതിൻ്റെ അകത്ത് പഠിക്കേണ്ടത്. അതേപോലെ ഇൻഫോർമേഷൻ കമ്മീഷൻ ആൻഡ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് നോക്കണം. ലോക്പാൽ ആൻഡ് ലോകായുക്ത. അടുത്തത് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഓരോന്നിൻ്റെ മെമ്പേഴ്സ്, അതേപോലെ തന്നെ എന്താണ്, എത്ര പേരാണ് അതിലെ മെയിനായിട്ടുള്ള അംഗങ്ങൾ, അതേപോലെ തന്നെ എന്നാണ് ഇത് നിലവിൽ വന്നത്, അതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പഠിച്ചു പോകാം. അടുത്തത് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പോളിസീസ്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, ചിൽഡ്രൻ ആൻഡ് ഓൾഡ് ഏജ് പീപ്പിൾ, സോഷ്യൽ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. അതേപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് അടുത്ത് വരുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇല്ലാത്ത ഒരു ചോദ്യപേപ്പർ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് മുതൽ അതിൻ്റെ ഓരോ കമ്മിറ്റികളെക്കുറിച്ചും അതേപോലെ തന്നെ സബ് കമ്മിറ്റികളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം,
പഠിച്ചു പോവാം. അടുത്തത് പ്രിയാമ്പിൾ, ആമുഖം ഇല്ലാത്ത ഒരു ചോദ്യമില്ല. അതേപോലെ തന്നെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത്, മൗലിക അവകാശങ്ങൾ ഏത് പാർട്ടിലാണ് വരുന്നത്, അതേപോലെ ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്, ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ശില്പി ആരാണ്, അങ്ങനെ ബേസ് മുതൽ അങ്ങോട്ടേക്ക് എന്താണ് കുറച്ച് കടികെട്ട് ചോദ്യങ്ങൾ വരെയും എന്ത് ചെയ്യാറുണ്ട്, ഇതിൻ്റെ ഒന്ന് ചോദിക്കാറുണ്ട്. അടുത്തതാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അടുത്തത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് കടമെടുത്തത്. അടുത്തത് സിറ്റിസൺഷിപ്പ് ആണ്. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, ഭരണഘടനാ ഭേദഗതികൾ എന്നും പി എസ് സിക്ക് പ്രിയപ്പെട്ടതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിടന്ന ഭരണഘടനാ ഭേദഗതികൾ എന്നും പി എസ് സി ചോദിക്കും. അപ്പോൾ അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് പഞ്ചായത്ത് രാജ്, അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഫങ്ഷൻസ്. ഓക്കെ, അടുത്തത് എമർജൻസി, യൂണിയൻ ലിസ്റ്റ് ആൻഡ് സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അപ്പോൾ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, നാഷണൽ എമർജൻസി, എക്കണോമിക് എമർജൻസി, ഈ മൂന്നെണ്ണം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വയ്ക്കാം. 352, 56, 60 ആർട്ടിക്കിളും എപ്പോഴും പി എസ് സി എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഏത് പാർട്ടിലാണ് വരുന്നത്, ഈ ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു പോയി പഠിക്കൂട്ടോ, അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട. അടുത്തത് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. ഈ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, കറണ്ട് അഫയേഴ്സ്, ഇതിൻ്റെ അകത്ത് മെയിനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് മിക്കപ്പോഴും കറണ്ട് അഫയേഴ്സിലേക്ക് കയറി വരും. അതേപോലെ തന്നെ എന്താണ്, പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, അതേപോലെ തന്നെ എന്താണ് ഇതിൻ്റെ ഉത്ഭവം, വ്യാപനം, പരിശീലനം, ഇതൊക്കെയാണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്നത്. ഓക്കെ, ഇനി വരുന്നത് പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, എന്നും പി എസ് സിക്ക് എന്താണ് ഇഷ്ടപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഒളിമ്പിക്സ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാറില്ല. അപ്പോൾ എന്താണ്, ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സിലെങ്കിലും വരും. വിൻ്റർ ഒളിമ്പിക്സോ, പാരാ ഒളിമ്പിക്സോ, അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇനി അടുത്തതാണ് ഏഷ്യൻ ഗെയിംസ്, ആഫ്രിക്കൻ ഗെയിംസ്, എന്താണ്, അതേപോലെ തന്നെ കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, അതേപോലെ ഇതിൻ്റെ അകത്തെ വേദികളും, അതേപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, വസ്തുതകൾ, ഇത് എപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തോ, ഏഷ്യൻ ഗെയിംസും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന സാഫ് ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, ഇതൊക്കെ എന്ത് ചെയ്തോ, ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, നാഷണൽ ഗെയിംസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സാഹിത്യം, മലയാളത്തിലെ പ്രവർത്തന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, അതേപോലെ തന്നെ പ്രധാന കർത്താക്കൾ, ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തതാണ് എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ. അത് എപ്പോഴും പി എസ് സിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്, ഈ പറയുന്ന എഴുത്തുകാർ, തൂലികാ നാമങ്ങൾ, അപരനാമങ്ങൾ എന്ന് പറയുന്നത്. എന്നും പി എസ് സി എന്ത് ചെയ്യാറുണ്ട്, അത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അടുത്തത് കഥാപാത്രങ്ങളും കൃതികളും. ഓക്കെ, ഇപ്പോൾ ആരാച്ചാർ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രം താഴെ പറയുന്നവയിൽ ഏതാണ്, അതേപോലെ ചേതന എന്ന് പറയുന്ന കഥാപാത്രം താഴെ പറയുന്നവയിൽ ഏതാണ്, അല്ലാപ്പിച്ച മൊല്ലാക്ക ഏത് കൃതിയിലെ കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊന്ന് നോക്കുക. അടുത്തത് ജ്ഞാനപീഠം നേടിയ മലയാളികൾ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൽ ഡി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വരെ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോ. അടുത്തത് കേരളത്തിലെ ആഘോഷങ്ങൾ, 1 മാർക്കിന് ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, കേരളത്തിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട്. അടുത്തതാണ് കമ്പ്യൂട്ടർ സയൻസ്. ഈ ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മക്കളെ, കാരണം ഇത് എപ്പോഴും എന്താണോ സിലബസ് തന്നിരിക്കുന്നത്, ആ സിലബസിനോട് 100% എന്തായിരിക്കും, നീതി പുലർത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. കുറേ ഡിലീഷനൊക്കെ വരും കേട്ടോ, ഞാൻ അത് ഒരിക്കലും അത് ഇവർ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഉദ്യോഗാർത്ഥികളുടെ അടുത്ത്, അതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും ഒരു 90%-ഓളം ചോദ്യങ്ങളും ഈ പറയുന്ന സിലബസിലെ ഓരോ പാർട്ടും, തന്നിരിക്കുന്ന 10 പാർട്ടുണ്ടെങ്കിൽ ആ 10 പാർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ക്യാൻസലേഷൻ എപ്പോഴും ഇവരുടെ കൂടപ്പിറപ്പും സ്വത്തുമാണ്. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ കൂടെ ചെയ്തുകൊണ്ടേയിരിക്കും. അതിപ്പോൾ നമ്മൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യത്തില്ല, ഇവരോട്ട് നിർത്താനും പോകത്തില്ല, അതങ്ങ് വിട്ടേക്കുക. ഓക്കെ, അത് കമ്പ്യൂട്ടർ സയൻസ്, ഹാർഡ്വെയർ, അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ലാൻ, വാൻ, മാൻ, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത്. ഓക്കെ, അടുത്തത് ഇൻ്റർനെറ്റ് ആണ്, WW, ഇമെയിൽ, അതേപോലെ തന്നെ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇതെപ്പോഴും ചോദിക്കാറുണ്ട്. IT ആക്ട് 2000 മുതൽ ഇങ്ങോട്ടേക്കുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന സൈബർ ക്രൈംസും അതേപോലെ സൈബർ അറ്റാക്കിങ്,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പി എസ് സിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും അതിൻ്റെ ഇത് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്തതാണ് സയൻസ് ആൻഡ് ടെക്നോളജി, ISRO. നമുക്കറിയാം എനർജി പോളിസി ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് പോളിസി ആൻഡ് പ്രോഗ്രാംസ്, ഗ്ലോബൽ വാർമിംഗ്, ആർട്ടിഒ വിഷൻ മിഷൻ, അതേപോലെ തന്നെ എന്താണ് ആക്ടിവിറ്റീസ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ എന്താണ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രോമിനൻറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ്, നോബൽ പ്രൈസ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, പി എസ് സി എന്നും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രയാൻ, ആദിത്യ L1, ഇത് രണ്ടും പി എസ് സിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ പറയുന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എപ്പോഴും ഒന്ന് ചന്ദ്രയാനായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ആദിത്യ L1 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടിൽ നിന്നും എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോബൽ പ്രൈസ് ഡിഗ്രി ലെവൽ എക്സാംസിന് മസ്റ്റാണ്. ഒരു നോബൽ പ്രൈസ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഏത് ആൾക്കാണ് കിട്ടിയത്, അല്ലെങ്കിൽ അത് ഏത് രാജ്യക്കാരനായിരുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരു ബുക്ക് വന്നിട്ട് ഇത് ആരുടെ ബുക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ പറയുന്ന കോർ സബ്ജക്റ്റ് അല്ലാത്ത മെയിനായിട്ടുള്ള GK പോർഷനിൽ നിന്നും ഇത്രയും ചോദ്യങ്ങൾ 100% ഗ്യാരണ്ടിയാണ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് 65 ദിവസമായി. 66ാമത്തെ ദിവസം ശൈലികളും അതേപോലെ തന്നെ പഴഞ്ചൊല്ലുകളും. 67ാമത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ടത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പദശുദ്ധി, വാക്യശുദ്ധി. 68 പരിഭാഷ ഒറ്റപ്പദം. 69 പര്യായപദം വിപരീതം. 70 സ്ത്രീലിംഗം പുല്ലിംഗം. 71 വചനം അതേപോലെ തന്നെ പിരിച്ചെഴുത്തൽ. 72 ഘടകപദം വാക്യം ചേർത്തെഴുതുക. അടുത്തത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മലയാളത്തിൽ നിന്നും എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ, അതായത് ഭയങ്കരമായിട്ടുള്ള ഹെവി ടോപ്പിക്സ് ഒന്നും അല്ല തരുന്നത്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻജോയ് ചെയ്ത് പഠിച്ചു പോകാവുന്ന അത്ര ടോപ്പിക്സ് മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഇത്രയും ടോപ്പിക്സ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് സെറ്റായി പോയ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ 100% ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് തീരുന്നതിന് മുമ്പ് ജോലിക്ക് കയറാനായിട്ട് പറ്റും. ലിസ്റ്റ് തീരുന്നതിന് മുന്നേ ജോലിക്ക്, 1ാം റാങ്കിലേക്ക് വേണ്ടിയിട്ടും 2ാം റാങ്കിലേക്ക് വേണ്ടിയിട്ടും നോക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇത് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇപ്പം തന്നെ എന്ത് ചെയ്തോ, സ്കിപ്പ് ചെയ്തോ, നിങ്ങൾ ഈ പരിപാടി ക്ലോസ് ചെയ്തോ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ലെവലിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന മറ്റൊന്നുമല്ല. ആദ്യം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് ജോലിക്ക് വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു റാങ്കിൽ വന്ന് ജോലിക്ക് കയറാനായിട്ട് പറ്റും, ലിസ്റ്റ് ക്ലോസ് ആവുന്നതിന് മുന്നേ തന്നെ. അതായത് ഒരു 3 ഇയറിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ജോലി കിട്ടും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്, ഇങ്ങനെ തന്നെ പഠിച്ചു പോയാൽ. ഓക്കെ, അടുത്തത് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷിലെ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, അടുത്തത് പ്രിപ്പോസിഷൻ, ഇൻഫിനിറ്റ് ആൻഡ് ജെറൻസ്, അതേപോലെ ടെൻസ്, കറക്ഷൻ ഓഫ് സെൻറ്റൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ ഉറപ്പായിട്ടും നോക്കണം. ഓക്കെ, ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷൻസ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. ബാക്കി എന്താണ് അടുത്ത് തന്നെ വരും. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്സ് ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ, അടുത്തത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്. അപ്പോൾ നിങ്ങൾ അത് എന്ത് ചെയ്യുക, നന്നായിട്ട് നോക്കുക. കാരണം കോർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 50 മാർക്കാണ് നമുക്ക് പ്രിലിംസിന് വരുന്നത്. എങ്ങനെ ആയാലും നമുക്ക് എന്ത് ചെയ്യണം, അത് സ്കോർ ചെയ്യേ പറ്റത്തുള്ളൂ, വേറൊരു ഓപ്ഷൻ അവിടെ ഇല്ല. ഓക്കെ, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, അതായത് ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സ്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത് പെർസെൻറ്റേജ് അഥവാ ശതമാനം. അടുത്തത് ലാഭവും നഷ്ടവും. അടുത്തത് സാധാരണ പലിശ, കൂട്ടുപലിശ, സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അടുത്തത് അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രപ്പോസിഷൻ. അടുത്തതാണ് സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അടുത്തത് സമയവും പ്രവൃത്തിയും, ടൈം ആൻഡ് വർക്ക്. അടുത്തതാണ് ശരാശരി, ആവറേജ്. ജാമതീയ രൂപങ്ങളും അതേപോലെ തന്നെ വിസ്തീർണവും, മെൻസുറേഷൻ. അടുത്തത് ഒറ്റയാനെ കണ്ടെത്തുക, ഓടുമാൻ ഔട്ട്, അത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിലാണ് കേട്ടോ. അടുത്തത് ക്ലോക്കിലെ സമയവും അതേപോലെ തന്നെ എന്താണ് ക്ലോക്കിലെ സമയവും അതേപോലെ തന്നെ ക്ലോക്കിലെ കോണളവും. അതായത് എന്താണ് നമ്മുടെ ആംഗിൾ ആൻഡ് ടൈം, ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ക്ലോക്കിലെ എന്താണ് സമയവും പ്രതിബിംബവും അതേപോലെ തന്നെ ക്ലോക്കിലെ സമയവും അതേപോലെ തന്നെ കോളെണ്ണവും അത്രയും എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്താലും മതി, അല്ലാതെ മാരകമായിട്ടുള്ള ലെവലിലേക്കൊന്നും നിങ്ങൾക്ക് പോകേണ്ട കാര്യമില്ല.
ഇനി കലണ്ടറും തീയതിയും, ഡേറ്റ് ആൻഡ് കലണ്ടർ, സ്പെല്ലിംഗ് ടെസ്റ്റ്, അത് ഇംഗ്ലീഷാണ് സ്പെല്ലിംഗ് ടെസ്റ്റ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, വെരി വെരി ഇമ്പോർട്ടൻ്റ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണോ പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മുടെ ഒന്നുമല്ല നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു 3 ക്ലാസ്സിൽ ഞാൻ ഈ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ നോൺ ഗ്രാമർ സെക്ഷൻസ് അങ്ങ് തീർത്ത് തന്നേക്കും. ഓക്കെ, അടുത്തത് ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്, അടുത്താണ് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ്. ഇത്രയും കാര്യങ്ങളാണ് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൂടെ പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് സെറ്റായ ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. കാരണം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഡിഗ്രി പ്രിലിംസ് എന്ന് പറയുന്നത് 47.57 ആ ഒരു ലെവലിൽ നിന്ന എക്സാം പിന്നീട് അത് മെയിൻസിലേക്ക് വന്നപ്പോൾ 43ആയി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതപ്പോൾ എത്രത്തോളം ആ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആക്കിയപ്പോഴാണ് അത് ആ ഒരു ലെവലിലേക്ക് വന്നത്. പക്ഷേ 43 കിട്ടിയ ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് കിട്ടത്തില്ല, ഒരിക്കലും ജോലി കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ 43 എന്ന് പറയുന്നത് ജസ്റ്റ് കട്ട് ഓഫ് കടന്നു നാട്ടുകാരുടെ ഒക്കെ മുമ്പിൽ പറഞ്ഞ് ഞാൻ ജോലിക്ക് ഇപ്പം കയറും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നിൽക്കും. പക്ഷെ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ജോലി കിട്ടത്തില്ല. അപ്പം നമുക്ക് എപ്പോഴും ഈ പറയുന്ന കട്ട് ഓഫിനേക്കാൾ എത്ര മാർക്കെങ്കിലും കൂടി വന്നാലാണ് ജോലി കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര മാർക്ക് കൂടുതൽ വന്നാൽ അത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അതായത് കട്ട് ഓഫിനേക്കാൾ എത്ര കൂടുതൽ വന്നാൽ നമുക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ കുറേ ഉദ്യോഗാർത്ഥികളൊക്കെ ചോദിക്കാറുണ്ട് സാറേ കട്ട് ഓഫിനേക്കാൾ എത്ര കൂടുതൽ വന്നാൽ ജോലി കിട്ടും എന്നുള്ളത്. അതിനുശേഷം ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം എത്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളത്. ഞാൻ ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. LDCയുടെ നമ്മുടെ ഓരോ ജില്ലക്കാരുടെയും വീഡിയോ ചെയ്യാൻ നേരത്ത് ഞാൻ പറയാറുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്ന ഇതാണ്, അതായത് നമുക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മാർക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ കട്ട് ഓഫിനേക്കാൾ എത്ര കൂടുതൽ മാർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും എന്നുള്ളത് താഴെ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന എക്സാമിന് നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ പറയുന്ന 100 ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ 100 ടോപ്പിക്സ് മക്കളെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 100 ദിവസം കൊണ്ട് തീർക്കാം. ആക്ച്വലി ഇന്ന് സെപ്റ്റംബർ 15 അപ്പോൾ സെപ്റ്റംബർ 15 അതേപോലെ തന്നെ എന്താണ് സെപ്റ്റംബർ, അതേപോലെ തന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ, എന്തായാലും ഡിസംബറിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. ഈ ഒരു സമയം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ടോപ്പിക്സ് വെച്ച്, അതായത് ഭയങ്കര ഹെവി ആയിട്ടൊന്നും എന്താണ് റിസ്ക് ഒന്നും എടുക്കാതെ, അതായത് ഭയങ്കര പ്രഷർ ഒന്നും നിൽക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ട് ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് വെച്ച് വേണമെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഭയങ്കരമായിട്ട് സമയമുണ്ട്, കുറച്ചുകൂടി പൊട്ടൻഷ്യലുണ്ട്, ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്, അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടോപ്പിക്സ് നിങ്ങൾ എടുക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ്. ഏകദേശം ഒരു റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50-55ഓളം പേജസ് വരുന്നൊരു ടോപ്പിക്കാണ് ഈ പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇതും അതായത് അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻ ഓഫ് യൂറോപ്യൻസ് പ്ലസ് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ, ഈ 2 ടോപ്പിക്സ് മെർജ് ചെയ്ത് ഒറ്റയാക്കാം. അപ്പോൾ ഈ പറയുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്തേക്ക് അഡീഷണൽ നിങ്ങളുടേതായ ലെവലിൽ എന്ത് ചെയ്യാം, ഇത് മാറ്റാം. അതായത് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ചിലർക്ക് ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണെങ്കിൽ ഇംഗ്ലീഷൊക്കെ വേണമെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാം. മാത്സ് അതേപോലെ തന്നെ കംപ്ലീറ്റ് ആക്കാം. മലയാളം ഭയങ്കരമായിട്ട് എളുപ്പമുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്, മലയാളം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒറ്റയടിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം കുറയ്ക്കാനായിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, നമ്മളെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഏറ്റവും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മുടെ എന്താണോ നമ്മുടെ ആ ഒരു എന്താണ് പരിധി എന്ന് പറയുന്നത്, ആ ബൗണ്ടറീസ് അത് മറികടന്ന് നമ്മൾ എന്ന് മുന്നോട്ടേക്ക് വരുന്നോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സേഫ് സോണിൽ നിന്ന് നമ്മൾ മാറി എന്ന് നമ്മുടേതായിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ എത്തുന്നോ, അന്നാണ് നിങ്ങളുടെ ലൈഫോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാംസോ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പരിധി എന്താണോ ആ പരിധിയൊക്കെ മറികടന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ടേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വന്നെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ പറയുന്ന ഹോട്ട് ടോപ്പിക്സ് അതേപോലെ തന്നെ സ്റ്റഡി പ്ലാൻ, ഇത് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഒരു മടിയും കൂടാതെ ഫുള്ളായിട്ടിരുന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോയെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല റാങ്കിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. മക്കളെ ഇങ്ങനെ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അതായത് ഞാനിത് പഠിച്ച് അതായത് ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ഏകദേശം എത്രയാണ് 35-40 രൂപ ശമ്പളം കിട്ടുന്നു. അപ്പോൾ അത്രയും വലിയൊരു ശമ്പളം വാങ്ങാനായിട്ട് ഞാൻ എടുക്കുന്ന എഫേർട്ടാണ് ഈ പറയുന്നതെല്ലാം.
അപ്പോൾ ആ ഒരു എഫേർട്ട് എടുക്കുന്നതാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അതെല്ലാം എന്ത് വേണ്ടിയിട്ടാണ്, എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. മടി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നിന്ന് എന്നേക്കുമായിട്ട് എന്ത് ചെയ്യുക, മാറ്റി വയ്ക്കുക. ഓക്കെ, കഷ്ടപ്പെടുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ട് അങ്ങ് പഠിക്കുക. അപ്പോൾ എല്ലാം എന്തായിക്കോളും, സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 10 മിനിറ്റ് പഠിച്ചോളെങ്കിലും ആ 10 മിനിറ്റ് നമ്മൾ ആ പഠിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തി തന്നെ ഇരുന്ന് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. ചില ആളുകളൊക്കെ ഉണ്ട്, എന്താണ്, മൊബൈൽ ഫോൺ ഒരു സൈഡിൽ വെച്ച്, അതേപോലെ തന്നെ എന്താണ്, ആ TV ഓൺ ചെയ്ത് ന്യൂസ് പേപ്പർ വായിച്ച് അപ്പുറത്തെ റാങ്ക് ഫയൽ നോക്കി ഇരുന്ന് പഠിക്കുന്നു. ആ ഒരു പഠനമല്ല. അപ്പോൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒത്തിരി കൂടുതലാവും. അതുകൊണ്ട് തന്നെയാണ് ചിലവർ 1 വർഷം 2 വർഷമൊക്കെ ആവും, 3 വർഷം 4 വർഷം 5 വർഷം. നമ്മൾ ആ പഠിക്കുന്ന എന്താണോ അത് പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി എന്താണെന്ന് അറിഞ്ഞ് സെറ്റായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. 100 ഹോട്ട് ടോപ്പിക്സ് 100 ഡേയ്സ് കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 15-16ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മളെടുത്ത് എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്ത് അതിൻ്റെ എല്ലാം എന്ത് ചെയ്യും, എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ നമ്മൾ സെറ്റ് ചെയ്യും. അതിനുശേഷം ഒരു എന്താണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ സബ്ജക്റ്റിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹവും എല്ലാം തുടർന്നും അങ്ങോട്ടേക്ക് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ്, ക്ലാസ്സുകൾ എല്ലാത്തിനും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ് ചെയ്തേക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന ടൈം ടേബിൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒന്ന് പോയി ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് വായിക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നാളെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠനവും ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.